മതകർമ്മങ്ങളെ അനുഷ്ഠിച്ചുകൊണ്ടും തന്നെ നിങ്ങൾ സഹായം ഉണ്ടാക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. എന്നതിന് ശേഷം അല്ലാഹു പറയുന്നു, അല്ലദീന യظുന്നൂന അന്നഹും മുലാഖൂ റബ്ബിഹിം വഅന്നഹും ഇലൈഹി റാജിഊൻ. നിസ്കരിച്ചാൽ, ക്ഷമിച്ചാൽ നിങ്ങൾക്ക് ശക്തിയുണ്ടാകും, നിങ്ങളുടെ സിരകൾ വീണ്ടും ഉണർന്നെഴുന്നേൽക്കും എന്ന് പറയുന്നത് കൃത്രിമമായ ഒരു കാര്യമല്ല. കൃത്രിമമായി നിങ്ങൾ നിസ്കരിച്ചതുകൊണ്ട് 1000 റക്അത്ത് നിസ്കരിച്ചാൽ നിങ്ങൾക്ക് ശക്തി ഉണ്ടാകുമെന്നല്ല ഈ പറഞ്ഞതിനർത്ഥം. പക്ഷേ റബ്ബിനെ കണ്ടുമുട്ടുമെന്ന വിചാരത്തോടെ നിസ്കരിക്കണം. മടങ്ങിച്ചെല്ലാൻ അള്ളാഹു എന്ന മടക്ക സ്ഥലം മാത്രമേയുള്ളൂ എന്ന വിചാരത്തോടെ, എന്ന അവബോധത്തോടെ നിസ്കരിക്കണം. അങ്ങനെ നിസ്കരിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായും അത് സഹായകമാകുമെന്ന് അള്ളാഹു സൂചിപ്പിക്കുകയാണ്. തുടർന്ന് അവിടെ നിന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാഥമികമായി അവരോടുള്ള ഈ ഉപദേശങ്ങളൊക്കെ നൽകിയതിനു ശേഷം അല്ലാഹു പറയുന്നത്, യാ ബനി ഇസ്രായീൽ, ഓ ഇസ്രായേൽ സന്തതികളെ, ഉദ്കുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും, ഞാൻ നിങ്ങൾക്ക് ചൊരിഞ്ഞു തന്ന അനുഗ്രഹങ്ങളെ ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങൾക്ക് ഞാൻ തന്ന അനുഗ്രഹങ്ങളെ ഒന്ന് ആലോചിച്ചു നോക്കൂ. വഅന്നി ഫളൽതുകും അലൽ ആലമീൻ, ഞാൻ ലോകരിൽ എല്ലാവരേക്കാളും നിങ്ങളെ ഉത്തമന്മാരാക്കി തീർത്തു. മഹാനായ റസൂലുള്ളാഹി, മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്നാണ് നാം ഇസ്രായേൽ സന്തതികളുടെ ചരിത്രം ആരംഭിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. ഇസ്രായേൽ സന്തതികളുടെ ചരിത്രം മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാമിൽ നിന്ന് ആരംഭിക്കുമ്പോൾ, അദ്ദേഹത്തിന്റെ പുത്രൻ യൂസുഫ് നബിയിലൂടെ ആ ചരിത്രം പ്രയാണം ആരംഭിക്കുമ്പോൾ പിന്നീട് കാണുന്നത് മുഴുവൻ രാജാക്കന്മാരെയാണ്. പിന്നീട് കാണുന്ന മുഴുവൻ പണ്ഡിതന്മാരായ, പ്രബോധകന്മാരായ പ്രവാചകന്മാരെയാണ്. ബനു ഇസ്രായേൽക്കാരിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയെത്ര പ്രവാചകന്മാരെ അയച്ചിരിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പേര് പരാമർശിച്ച അധിക പ്രവാചകന്മാരും അവരെല്ലാം ബനു ഇസ്രായേൽക്കാരിലേക്ക് അയക്കപ്പെട്ടവരായിരുന്നു. ഒരേ സമയം രാജാധികാരവും പ്രവാചകത്വ പദവിയും ഉണ്ടായിരുന്ന ആൾക്കാർ ഹസ്രത്ത് സുലൈമാൻ നബി അലൈഹി സ്വലാമിനെ പോലെ, ഹസ്രത്ത് ദാവൂദ് നബി അലൈഹി സ്വലാമിനെ പോലുള്ള വലിയ വലിയ കെങ്കേമന്മാരായ ആൾക്കാരുടെ വലിയ വലിയ പ്രൗഢി അള്ളാഹു അവർക്ക് നൽകുകയുണ്ടായി. അള്ളാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് നബി അലൈഹി സ്വലാമിലൂടെയാണ് ആ ചരിത്രം ആരംഭിച്ചത്. ഈജിപ്തിലെ ജയിലിലെ ഒരു തടവ് പുള്ളിയായിരുന്നു യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അവിടുത്തെ പരശതം തടവുകാരുടെ ഇടയിൽ ഏറ്റവും ക്രൂരവും ഏറ്റവും കുറ്റകരവുമായ തെറ്റ് ചെയ്ത ആൾ. എന്തുകൊണ്ടെന്നാൽ രാജാവിന്റെ ജയിലിൽ കഴിയുന്ന ഈ തടവുകാരൻ രാജാവിന്റെ ഭാര്യയെ മോഹിച്ച ആളാണ്. രാജാവിന്റെ ഭാര്യയെ കടന്നുപിടിക്കാൻ ശ്രമിച്ചു എന്ന പേരിലാണ് അയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്, ജയിലിലടക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാപ്പർഹിക്കാത്ത കുറ്റം ചെയ്ത് കിടക്കുന്ന ആ അവസ്ഥയിൽ നിന്ന് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെ ഇസ്രായേൽ സന്തതികൾക്ക് അല്ലാഹു അനുഗ്രഹത്തിന്റെയും ആഢ്യത്വത്തിന്റെയും വലിയ വലിയ കവാടങ്ങൾ തുറന്നു കൊടുക്കുന്ന ചരിത്രമാണ് കാണുന്നത്. അദ്ദേഹം ഈജിപ്തിലെ ഭരണാധികാരിയാകുന്നു എന്ന് തന്നെ. അവിടെ നിന്ന് ആരംഭിച്ചാൽ ലോകത്തെ ഏറ്റവും വലിയ ജനതയായി, ഏറ്റവും വലിയ പ്രതാപികളായ ജനതയായി അള്ളാഹു അവരെ പരിചയപ്പെടുത്തുകയാണ്. യാ ബനി ഇസ്രായേൽ, ഓ ഇസ്രായേൽ സന്തതികളെ, ഉദ്കുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും, ഞാൻ നിങ്ങൾക്ക് ചൊരിഞ്ഞു തന്ന അനുഗ്രഹങ്ങൾ ഓർക്കുക. വഅന്നി ഫളൽതുകും അലൽ ആലമീൻ, ഞാൻ ലോകത്തെല്ലാവരേക്കാളും നിങ്ങളെ ഉത്തമന്മാരാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുള്ള ഉണ്ടായിരുന്ന സാമൂഹ്യ സ്ഥിതിയിൽ നാം ആ സംഭവം കണ്ടല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ ഒരു അനുഗ്രഹമായിട്ട് തന്നെ അതിനെ കാണാൻ കഴിയുന്നതാണ്. അബൂജഹലിനെ പോലെ, അബൂലഹബിനെ പോലെ, അബൂ സുഫിയാനെ പോലെ വലിയ വലിയ പ്രമാണികളായ അറബ് നേതാക്കന്മാരുടെ ഇടയിൽ, പക്ഷേ സമൂഹത്തിലെ ഏറ്റവും വലിയ സ്ഥാനങ്ങൾ കിട്ടിയതെല്ലാം ജൂതന്മാർക്കായിരുന്നു. അള്ളാഹു അവർക്ക് നൽകിയ പ്രത്യേകമായിരിക്കുന്ന അനുഗ്രഹങ്ങളായിരുന്നു അത്. ആ അനുഗ്രഹങ്ങളെ അള്ളാഹു ഈ ആയത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്, വത്തഖൂ യൗമൻ ലാ തുജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഷൈഅൻ വലാ യുഖ്ബലു മിൻഹാ ശഫാഅത്തുൻ വലാ യുഖദു മിൻഹാ അദ്ലുൻ വലാ ഹും യുൻസറൂൻ. പക്ഷേ ഈ അനുഗ്രഹങ്ങളിലൂടെ ഇസ്രായേൽ ജനത എങ്ങോട്ടാണ് പോയത് എന്നറിയാമോ? വലിയ വലിയ രാജപദവികളിലൂടെ, സമൂഹങ്ങളുടെ നേതൃസ്ഥാനങ്ങളിലൂടെ ഇസ്രായേൽ സന്തതികൾ എത്തിച്ചേർന്നത് ഏറ്റവും വലിയ അഹങ്കാരത്തിന്റെ ലോകത്തേക്കായിരുന്നു. അവർ ക്രമേണ അള്ളാഹുവിനെ മറന്നുകളഞ്ഞു. മാത്രമല്ല അവര് പിന്നീട് അവരുടെ മതത്തിലെ പുണ്യവാളന്മാരെ പിന്തുടരാൻ തുടങ്ങി. ആ പുണ്യവാളന്മാർ തങ്ങളെ രക്ഷിക്കുമെന്നും അല്ലെങ്കിൽ തങ്ങൾക്ക് തങ്ങളുടെ സാമ്പത്തികമായ ഐശ്വര്യം കൊണ്ട്, പണം കൊടുത്തുകൊണ്ട് പകരം മേടിക്കാൻ സ്വർഗത്തെ കഴിയുമെന്നും എല്ലാം അവർ വിശ്വസിച്ചിരുന്നു. ആ ധാരണകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിച്ചു ചീന്തിയെറിയുകയാണ്. വത്തഖൂ യൗമൻ ലാ തുജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഷൈഅ. നിങ്ങൾ വിചാരിക്കുന്ന പൗരോഹിത്യം പോലെ നിങ്ങളുടെ പുരോഹിതന്
നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരു ശരീരത്തിനു വേണ്ടിയും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരാൾ ചെയ്തത് മറ്റൊരാൾക്ക് പ്രയോജനപ്പെടില്ല. മാത്രമല്ല വലാ യുഖ്ബലു മിൻഹാ ശഫാഅത്തുൻ, അത്തരത്തിലുള്ള ഒരാളിൽ നിന്നും നിരുപാധികമായ ശുപാർശ ഒരിക്കലും സ്വീകരിക്കുകയില്ല. വലാ യുഖദു മിൻഹാ അദ്ലുൻ, മോചിപ്പിക്കാൻ വേണ്ടി മോചനദ്രവ്യം ഒരാളിൽ നിന്നും സ്വീകരിക്കുകയില്ല. വലാ ഹും യുൻസറൂൻ, ഒരുതരം സഹായത്തിനും അവർ അർഹരാകുകയും ചെയ്യുകയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉന്നതരാണ്, ഞങ്ങൾ അള്ളാഹുവിന്റെ ഔന്നിത്യം ലഭിച്ചവരാണ്, ഞങ്ങൾ അതുകൊണ്ട് തന്നെ അള്ളാഹുവോട് വളരെ ക്ലോസ് ആണ്, വളരെ സമീപസ്ഥരാണ് എന്നൊക്കെ വിചാരിക്കുകയും അതുവഴി ഞങ്ങൾ അടുത്ത ആൾക്കാരായതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്ന ഏത് നെറികേടും അള്ളാഹു പുറത്തു തരികയും അള്ളാഹു ഞങ്ങളുടെ ശുപാർശ അംഗീകരിക്കുകയും ചെയ്യുമെന്ന് വിശ്വസിച്ചിരുന്ന അവരുടെ മിഥ്യാധാരണയെ അള്ളാഹു സുബ്ഹാനഹു വ തആല തിരുത്തുകയാണ്. വീണ്ടും അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾക്ക് ഞാൻ ചെയ്ത അനുഗ്രഹങ്ങൾ അത് മാത്രമല്ല, വഇദ് നജ്ജൈനാകും മിൻ ആലി ഫിർഔന യസൂമൂനകും സുവൽ അദാബ് യുദബ്ബിഹൂന അബ്നാഅകും വയസ്തഹ്യൂന നിസാഅകും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹത്തെ ഓർമ്മപ്പെടുത്തി കൊടുക്കുകയാണ്. വഇദ് നജ്ജൈനാകും മിൻ ആലി ഫിർഔൻ, ഫറോവയുടെ കുടുംബത്തിൽ നിന്ന്, ഫിർഔൻ പ്രഭൃതികളിൽ നിന്ന് നിങ്ങളെ നാം സംരക്ഷിച്ച ആ സന്ദർഭം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ കാലം, യൂസുഫ് നബിയുടെ ശേഷക്കാരുടെ കാലം, അതൊക്കെ അവരുടെ സുവർണകാലമായിരുന്നു. ഈജിപ്തിലെ മുടി ചൂടാമന്നന്മാരായി ബനു ഇസ്രായേൽക്കാർ വിലസിയിരുന്ന കാലമായിരുന്നു. യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ മക്കൾ മുഴുവനും ഈജിപ്തിൽ വന്ന് താമസം ഉറപ്പിച്ചു അദ്ദേഹത്തിന്റെ ജീവിത അവസാന കാലത്ത് തന്നെ. അതിനുശേഷം പിന്നെ ആ ജനത ഈജിപ്ഷ്യൻ ജനത അവർ യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ പിന്തലമുറക്കാരെ കണ്ടത് ആദരവോടെയായിരുന്നു, ബഹുമാനത്തോടെയായിരുന്നു. ഈജിപ്തിനെ എല്ലാവിധ സമ്പൽ സമൃദ്ധിയിലേക്കും നയിച്ച സമർത്ഥനായ ഭരണാധികാരിയുടെ അനന്തരവന്മാരെ വളരെ ബഹുമാനത്തോടെയും ഭവ്യതയോടുകൂടിയായിരുന്നു ഈജിപ്തുകാർ കണ്ടിരുന്നത്. ആ ബഹുമാനത്തിൽ അവർ തടിച്ചു കൊഴുത്തു വളർന്നു. എല്ലാ ഭാഗത്തു നിന്നും അവർക്ക് സഹായങ്ങൾ കിട്ടി. എല്ലാ വലിയ വലിയ കസേരകളിലും അവർക്ക് ഇരിപ്പിടം കിട്ടി. അങ്ങനെ ബനു ഇസ്രായേൽക്കാർ ഉന്നതരായതോടുകൂടെ അവർ അഹങ്കാരികളായി, അക്രമികളായി. പ്രവാചകന്മാരുടെ സാന്നിധ്യം അവർക്ക് നഷ്ടപ്പെട്ടു. പ്രവാചകന്മാരുടെ ഉപദേശം അവർ മറന്നുപോയി. ആ ഒരു സാഹചര്യത്തിൽ ബനു ഇസ്രായേൽക്കാർ അഹങ്കാരികളായി. അഹങ്കാരം അവരുടെ തലക്ക് പിടിച്ചതോടുകൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കാര്യങ്ങൾ ശീർഷാസനത്തിലാക്കി. അവരുടെ പരാജയം ആരംഭിച്ചു. ബനു ഇസ്രായേൽക്കാർ ഈജിപ്തിന്റെ മണ്ണിൽ പരാജയപ്പെട്ടു തുടങ്ങി. കൈവച്ചിടത്തെല്ലാം പരാജയം, തുടങ്ങിയ യുദ്ധങ്ങളെല്ലാം പരാജയം. അവരുടെ നേതൃത്വം ഒന്നും നിലനിർത്താൻ കഴിയുന്നില്ല. മാത്രമല്ല അവരുടെ അവകാശങ്ങളും അധികാരങ്ങളും ശേഷിയും കരുത്തും എല്ലാം നഷ്ടപ്പെട്ട ഇസ്രായേൽ ജനത അവർക്ക് തിരിച്ചടി ഉണ്ടാവാൻ തുടങ്ങി. നാൾക്കുനാൾ 1-2 നൂറ്റാണ്ട് കഴിഞ്ഞപ്പോഴേക്ക് ബനു ഇസ്രായേൽക്കാരുടെ ചരിത്രം മറ്റൊന്നായി മാറി. എന്താണെന്നറിയാമോ? ബനു ഇസ്രായേൽക്കാർ അടിച്ചമർത്തിയിരുന്ന, ചവിട്ടിമതിച്ചിരുന്ന ഫറോവയുടെ കുടുംബമായിരുന്ന കോപ്റ്റിക്കുകൾ അല്ലെങ്കിൽ കിബുത്തികൾ, ആ കിബുത്തികൾ അധികാര സ്ഥാനങ്ങളിൽ എത്തുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. കാര്യങ്ങൾ കീഴ്ക്കാൻ തൂക്കായി മാറി. ബനു ഇസ്രായേൽക്കാർ അടിമകളായി, കിബുത്തികൾ ഉടമകളായി. കിബുത്തികളിൽ നിന്ന് വന്ന ഭരണാധികാരികളെ ഫറോവമാർ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഫറോവമാർ ഭരണം തുടങ്ങി. അവർ ബനു ഇസ്രായേൽക്കാരെ വെറും അടിമകളായി കണ്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യം ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഖുർആനിൽ പല സ്ഥലങ്ങളിലും. യസൂമൂനകും സുവൽ അദാബ്, വലിയ വളരെ ശക്തമായ, നീചമായ, വളരെ നിന്ദ്യമായ ശിക്ഷ നിങ്ങളെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരുന്ന ഫറോവമാർ. യുദബ്ബിഹൂന അബ്നാഅകും, നിങ്ങളുടെ കുട്ടികളെ കൊന്നുകളയുന്ന, അറുത്തുകളയുന്ന. വയസ്തഹ്യൂന നിസാഅകും, നിങ്ങളുടെ സ്ത്രീകളുടെ ചാരിത്രത്തെ കവരുന്ന. അങ്ങനെയുള്ള കിരാതമായ ഒരു ഭരണമായിരുന്നു ഈജിപ്തിൽ പിന്നീടുണ്ടായത്. ആ കിരാത വാഴ്ചയുടെ കരാള ഹസ്തങ്ങളിൽപ്പെട്ട് ഇസ്രായേൽ സന്തതികൾ ഞെരിഞ്ഞമർന്നുപോയി. അവർ വല്ലാത്തൊരു ദയനീയമായ അവസ്ഥയിലായി. ഫറോവമാർ ഒന്നിനു പുറകെ ഒന്നായി വന്നു. ഫറോവമാരുടെ കൂട്ടത്തിൽ രാംസസുമാർ ഭരണാധികാരികളായി. രാംസസ് ഒന്നാമന്റെ കാലമായപ്പോഴേക്ക് അയാൾ കൂടുതൽ ക്രൂരനായിരുന്നു. അയാളുടെ കാലത്തിനു ശേഷം ഈജിപ്തിലെ ഭരണാധികാരിയായി റാംസസ് രണ്ടാമൻ വന്നു. റാംസസ് രണ്ടാമന്റെ കാലം ബനു ഇസ്രായേൽക്കാർക്ക് ആലോചിക്കാൻ പോലും കഴിയാത്ത കാലമായിരുന്നു. ഒരു ദിവസം റാംസസ് രണ്ടാമൻ ഒരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിന് വ്യാഖ്യാനം തേടി കൊട്ടാരത്തിലെ വേദപണ്ഡിതന്മാരെ അദ്ദേഹം കണ്ടു. വേദപണ്ഡിതന്മാർ ഗണിതം വെച്ച് പറഞ്ഞുകൊടുത്തു, രാജാവേ, കാര്യങ്ങൾ ശീർഷാസനത്തിലാകാൻ പോവുകയാണ്. കാര്യങ്ങൾ വീണ്ടും കീഴ്മേൽ മറിയാൻ പോവുകയാണ്.
മുമ്പ് ഇസ്രയേൽ സന്തതികളായിരുന്നില്ലേ ഇവിടുത്തെ അധിപന്മാർ? അവർക്കു ശേഷം നിങ്ങൾ കിബുത്തികൾ അധിപന്മാരായി. ഇനി കിബുത്തികളായ നിങ്ങളുടെ അവസാനം വരാനിരിക്കുകയാണ്. അതെങ്ങനെയാണ് എന്ന് രാജാവ് ചോദിച്ചു. അതറിയാമോ? ഇസ്രയേലികൾ, ബനു ഇസ്രായേൽക്കാർ സടകുടഞ്ഞെഴുന്നേൽക്കാൻ പോവുകയാണ്. എങ്ങനെ സാധിക്കും അത്? അതോ അവരിൽ ഒരു ജന്മം നടക്കാനിരിക്കുന്നു, അവരിൽ ഒരാൾ ജനിക്കാനിരിക്കുന്നു. ആ ജനനം നടന്നു കഴിഞ്ഞാൽ അയാൾ അങ്ങയുടെ തലയിലിരിക്കുന്ന കിരീടം തെറിച്ചു പോകാൻ കാരണമായി തീരുമെന്ന് അവർ സ്വപ്നത്തെ വ്യാഖ്യാനിക്കുകയാണ്. ഫറോവ രാംസസ് രണ്ടാമൻ ഓർഡർ നൽകി, അരുത്, ഇസ്രയേൽ വംശത്തിൽ ഇനി ഒരു ആൺകുഞ്ഞ് ജനിക്കരുത്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനനമായിരുന്നു അത്. ചരിത്രം നീട്ടി പറയേണ്ട ആവശ്യമില്ല, അത്രമേൽ സുപരിചിതമാണ് മൂസാ നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം. മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിന്റെ നിയോഗം പോലെ ഫറോവയുടെ കൊട്ടാരത്തിൽ വളരാനുള്ള സൗഭാഗ്യം അള്ളാഹു നൽകി. അള്ളാഹു അങ്ങനെയാണ് തന്റെ ഉറച്ച തീരുമാനങ്ങളെ തികച്ചും വൈരുദ്ധ്യമായ രൂപത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല വളർത്തുകയാണ്. ആരുടെ അന്തകനായിട്ടാണോ ഈ കുഞ്ഞിന്റെ ജനനമെങ്കിൽ ആ അന്തകന്റെ വീട്ടിൽ അന്തകൻ ഒരുക്കി കൊടുക്കുന്ന സൗകര്യങ്ങൾ ആസ്വദിച്ചും അനുഭവിച്ചും ജീവിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിക്ക് അവസരം നൽകി. മൂസാ നബി വളർന്നു വന്നു. മൂസാ നബി എന്ന ചെറുപ്പക്കാരൻ എല്ലാവരും ആദരിച്ചു. അത് ഫറോവയുടെ ഭാര്യ ആസിയ ബിവി റളിയല്ലാഹു അൻഹായുടെ ഒരു ഇഷ്ടപ്പെട്ട മകനാണ്, വളർത്തുമകനാണ്. എല്ലാവരും ആദരിച്ചു. ആദരവിന്റെ പിന്നിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫറോവയുടെ നേരെ കണ്ണുകാട്ടാൻ തുടങ്ങി. ഫറോവക്ക് സംശയമായി, ഇവൻ എന്താ എന്നോട് ഇങ്ങനെ ക്രൂരമായി നോക്കുന്നത്? ആസിയ ബീവി സമർത്ഥമായി ഇടപെട്ടു. അവൻ കുഞ്ഞാണ്, അവന് പ്രായമെത്തിയിട്ടില്ല, അവന് പ്രായപൂർത്തിയെത്തിയിട്ടില്ല, അതുകൊണ്ട് നിങ്ങളത് കാര്യമാക്കേണ്ടതില്ല എന്നാ പറഞ്ഞത്. മൂസാ നബി അലൈഹി സ്വലാം വളർന്നു, ചെറുപ്പക്കാരനായി യുവാവായി മറന്നു. യുവാവാകുമ്പോഴേക്ക് അദ്ദേഹത്തിന്റെ മനസ്സ് ആകെ വേദനകളാൽ വിമ്മിഷ്ടപ്പെടുകയായിരുന്നു. കാരണം എന്തെന്നാൽ തന്റെ സ്വന്തം ജനത, തന്റെ പിതാവടക്കമുള്ള മാതാവടക്കമുള്ള തന്റെ സഹോദരങ്ങളടക്കമുള്ള തന്റെ ജനത, ഇസ്രയേൽ ജനത, അവർ ഈജിപ്തിലെ വെറും അടിമകളാണ്. ഉടമകളായ കോപ്റ്റിക്കുകൾ നടന്നു പോകുന്ന വഴിയിലൂടെ നടന്നു പോകാൻ തന്റെ ജനതക്ക് അവകാശമില്ല, അധികാരമില്ല. അദ്ദേഹത്തിന്റെ മനസ്സ് പകച്ചുപോയി. ഇല്ല, ഫറോവമാർ വരിഞ്ഞുകെട്ടിയ ഈ ചങ്ങലകൾ ഒരു ദിവസം ഞാൻ പൊട്ടിച്ചെറിയും. അദ്ദേഹം മനസ്സിൽ കണക്ക് കൂട്ടി. അതിലേക്ക് അദ്ദേഹം മനസ്സും ശരീരവുമായി വളർന്നു വരികയായിരുന്നു. അന്നൊരിക്കൽ അദ്ദേഹം പക്ഷേ ഒരു രംഗത്തിനെതിരെ സാക്ഷിയായി. ഇസ്രയേൽ വംശക്കാരനായ ഒരാളെ കിബ്തിയായ ഒരാൾ ആക്രമിക്കുന്നു. മൂസാ നബി ഇടപെട്ടു. അദ്ദേഹം ചെല്ലുകയാണ്. അദ്ദേഹം പിടിച്ചുമാറ്റാൻ ശ്രമിക്കുന്നതിന് മുമ്പായി അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന വികാരം പതഞ്ഞു പൊങ്ങുകയാണ്. ഞങ്ങൾ അടിമകളാണല്ലേ, നിങ്ങളുടെ അടിമകളാണല്ലേ. അദ്ദേഹത്തിന്റെ ബലപ്രയോഗത്തിലൂടെ, ആ ബലപ്രയോഗത്തിന് വിധേയമായിട്ട് അദ്ദേഹം ആ ആളെ പിടിച്ചു മാറ്റുന്നതിനിടയിൽ അദ്ദേഹം കൊല്ലപ്പെടുകയാണ്. പിറ്റേ ദിവസം സമാനമായ മറ്റൊരു സംഭവം ഉണ്ടായി. ആ സംഭവത്തിന് സാക്ഷിയായത് ഇന്നലെ സാക്ഷിയായ ആളായിരുന്നു. അദ്ദേഹം ഭയപ്പെട്ടുപോയി. അദ്ദേഹം അറിയാതെ വിളിച്ചു പറഞ്ഞു പോയി, മൂസ, ഇന്നലെ അയാളെ കൊന്നതുപോലെ നീ എന്നെ കൊല്ലുമോ? അദ്ദേഹം ഭയന്നുപോയി. അറിയാതെ വീണുപോയ ആ വാക്ക് റാംസസ് രണ്ടാമന്റെ ഗവൺമെന്റിന്റെ ഇന്റലിജൻസ് വിഭാഗത്തിന് ഏറ്റവും വലിയൊരു പിടിവള്ളിയായിരുന്നു. അവർ കാര്യങ്ങൾ കൂട്ടിച്ചേർത്തു, വിളക്കിച്ചേർത്തു. ഇന്നലെ കിബ്തിയെ കൊന്നത് മൂസയാണ്. മൂസാ നബി അലൈഹി സ്വലാം വിവരങ്ങൾ മനസ്സിലാക്കി. ഇനി ഈജിപ്തിൽ താൻ നിൽക്കുന്നത് ഭൂഷണമല്ലെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം രായ്ക്കു രാമാനം മദിയനിലേക്ക് നാടുവിട്ടു. മദിയനിലെത്തി. മദിയനിലെത്തിയ അദ്ദേഹത്തിന് മഹാനായ ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആതിഥ്യമേകി. ഷുഐബ് നബി അലൈഹി സ്വലാമിന്റെ കീഴിൽ അദ്ദേഹം 12 വർഷത്തോളം ജീവിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു പോരാൻ തുടങ്ങി. തിരിച്ചു പോരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തൂർ സൈനാവ് പർവ്വതത്തിലേക്ക് വിളിച്ചു വരുത്തി. അല്ലാഹു അനുഗ്രഹത്തിന്റെ താലത്തിൽ തന്റെ പ്രവാചകത്വം വെച്ചു നീട്ടി. മൂസാ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു, ധൈര്യപ്പെടുക, മനസ്സിനെ ബലപ്പെടുത്തുക. നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിലാണ്, അള്ളാഹുവിന്റെ പ്രവാചകനാണ്. ധിക്കാരിയായ രാംസസ് രണ്ടാമനോട് ചെന്ന് ഇസ്രയേൽ വംശത്തിന്റെ മോചനം ആവശ്യപ്പെടുക.
മഹാനായ മൂസാ നബി അലൈഹി സ്വലാം അപേക്ഷിച്ചു. പക്ഷേ എനിക്ക് വേണ്ടത്ര വാചാലതയില്ല. എന്റെ അനുജൻ ഹാറൂന് നല്ല വാചാലതയാണ്. അവനെ കൂടി കിട്ടിയിരുന്നുവെങ്കിൽ അള്ളാഹു അനുവാദം നൽകി. നിങ്ങൾ രണ്ടുപേരും പ്രവാചകന്മാർ, നിങ്ങൾ രണ്ടുപേരും ഫറോവയുടെ അടുക്കലേക്ക് ചെല്ലുക. കൊട്ടാരത്തിൽ ചെന്ന് ബലം പ്രയോഗിക്കരുത്, അഹങ്കാരം കാണിക്കരുത്, വലിയ ശബ്ദത്തിൽ സംസാരിക്കരുത്. അതെല്ലാം പ്രബോധക പ്രവർത്തകന് യോജിച്ചതല്ല. പ്രബോധക പ്രവർത്തകൻ സമാധാനപരമായി സംസാരിക്കുന്ന ആളായിരിക്കണം, സ്നേഹത്തോടെയും കാരുണ്യത്തെയും ഇടപെടുന്ന ആളായിരിക്കണം. ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിന, മാർദ്ദവമായ വാക്ക് പറയുക. അവിടെ നിന്ന് ഫറോവയും മൂസാ നബിയും തമ്മിലുള്ള സംവാദം ആരംഭിക്കുകയാണ്. സംവാദത്തിന്റെ ഓരോ ഘട്ടങ്ങളും മൂസാ നബി അലൈഹി സ്വലാം സമർത്ഥമായി നേരിട്ടു. മൂസാ നബി അലൈഹി സ്വലാമിനോട് ചോദിച്ചു, ഫറോവ ഹാറൂൻ നബിയോട് ചോദിച്ചു, ആരാ മൂസാ നിങ്ങളുടെ റബ്ബ്?